അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 5 ചൊവ്വാഴ്ച. യുഎസുമായുള്ള 1987 ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറി റഷ്യ. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദം വർദ്ധിക്കുന്നതിനിടെയാണ് റഷ്യയുടെ പുതിയ പ്രഖ്യാപനം. റഷ്യയ്ക്ക് സമീപം 2 ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ സൈന്യത്തിനോട് ട്രംപ് ഉത്തരവിട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് റഷ്യയുടെ ഈ നീക്കം. രാജ്യസുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടുള്ള യുഎസിന്റെ നീക്കങ്ങളാണ് റഷ്യയെ പുതിയ നടപടികൾ കൈക്കൊള്ളാൻ പ്രേരിപ്പിച്ചതെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ മിസൈലുകൾ വിന്യസിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണി സൃഷ്ടിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ജമ്മുകശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെ ദില്ലിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 2018 ഓഗസ്റ്റ് മുതൽ 2019 ഒക്ടോബർ വരെ ജമ്മുകശ്മീരിന്റെ ഗവർണറായി സേവനമനുഷ്ഠിച്ചിരുന്നു. 2019 ഓഗസ്റ്റ് 5 ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. പിന്നീട് ഗോവ ഗവർണറായി നിയമിതനായിരുന്നു. 2022 ഒക്ടോബർ വരെ മേഘാലയ ഗവർണറായും സേവനമനുഷ്ഠിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ. 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂളുകളിലും ആശുപത്രികളിലും ഉൾപ്പെടെ ബലഹീനമായതും പൊളിച്ചുമാറ്റേണ്ടതുമായ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അവയുടെ വിവരം 2 ആഴ്ചയ്ക്കകം നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്ത നിവാരണ വകുപ്പിനോട് നിർദ്ദേശിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സ്കൂളിലെ ബാക്ക് ബെഞ്ച് സങ്കല്പം മാറ്റുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പഴഞ്ചൻ രീതികൾ എന്നും പറ്റില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്നും നല്ല മാറ്റം വേണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അവധിക്കാല മാറ്റനിർദ്ദേശത്തിന് പിന്നാലെയാണ് പുതിയ ആശയം മന്ത്രി പങ്കുവച്ചിരിക്കുന്നത്. 64ാമത് കേരള സ്കൂൾ കലോത്സവ തീയതികൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു. 2026 ജനുവരി 7 മുതൽ 11 വരെ തൃശൂർ ജില്ലയിൽ വെച്ചാണ് കലോത്സവം നടക്കുക. 25ഓളം വേദികളിലായിട്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. സംസ്കൃതോത്സവവും അറബിക് സാഹിത്യോത്സവവും ഇതിനോടനുബന്ധിച്ച് നടക്കും. സംസ്ഥാന കലോത്സവത്തിന് മുന്നോടിയായി സ്കൂൾ തല മത്സരങ്ങൾ സെപ്റ്റംബർ മാസത്തിലും സബ് ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2ാം വാരത്തിനുള്ളിലും ജില്ലാതല മത്സരങ്ങൾ നവംബർ ആദ്യവാരത്തിലും പൂർത്തിയാക്കും. നഗരങ്ങളിലെ ശുചിത്വ നിലവാരം സംബന്ധിച്ച് കേന്ദ്ര പാർപ്പിട നഗരകാര്യ മന്ത്രാലയം നടത്തിവരുന്ന ദേശീയ ശുചിത്വ സർവേയായ സ്വച്ഛ സർവേക്ഷന്റെ 9ാം പതിപ്പിൽ കേരളത്തിന് വൻ മുന്നേറ്റം. സംസ്ഥാനത്തെ 93 നഗരസഭകളിൽ 82ഉം 1000 റാങ്കിനകത്താണ്. ജനസംഖ്യാടിസ്ഥാനത്തിൽ ആദ്യ 100 നഗരങ്ങളുടെ പട്ടികയിൽ കൊച്ചി, മട്ടന്നൂർ, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ, ഗുരുവായൂർ, തിരുവനന്തപുരം, കൊല്ലം എന്നീ 8 നഗരങ്ങൾ ഇടം പിടിച്ചു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ കോടതിയെ സമീപിച്ചു. SIT അന്വേഷണം തൃപ്തികരമല്ലെന്ന് വ്യക്തമാക്കിയും അന്വേഷണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുമാണ് മഞ്ജുഷ കോടതിയിൽ ഹർജി നൽകിയത്. അധ്യാപികയായ ഭാര്യയുടെ ശമ്പളം 14 വർഷമായി കിട്ടാത്തതിൽ ഭർത്താവ് ഷിജോ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണവുമായി സ്കൂൾ മാനേജർ. അധ്യാപികയുടെ ശമ്പളമടക്കം ആനുകൂല്യങ്ങൾ നൽകുന്നതിന് രേഖകൾ നൽകിയതാണെന്നും അത് ഉദ്യോഗസ്ഥർ മുക്കിയെന്നും നാറാണമൂഴി സെന്റ് ജോസഫ് സ്കൂൾ മാനേജർ പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടിട്ടും DE ഓഫീസ് ജീവനക്കാർ അനങ്ങിയില്ലെന്നും സ്കൂൾ മാനേജർ കൂട്ടിച്ചേർത്തു. DEO, AEO ഇവരെല്ലാം സ്ഥാനക്കയറ്റം വഴി വരുന്നവരാണെന്നും ഇവർക്കെല്ലാം ഭരണപരിചയം കുറവാണെന്നും മന്ത്രി വി ശിവൻകുട്ടി. അത് ഓഫീസ് പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്നും കഴിഞ്ഞ 5 വർഷത്തെ സ്വന്തം അനുഭവമാണെന്നും പറഞ്ഞാൽ വിവാദമാകുമെന്ന് അറിയാമെന്നും എന്നാലും കുഴപ്പമില്ല എന്നും മന്ത്രി പറഞ്ഞു.
ഡിഇഒ, എഇഒ എന്നിവർക്കെല്ലാം ഭരണപരിശീലനം കാര്യമായി നൽകേണ്ട അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട നാറാണമൂഴി സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിലെ അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കിയ സംഭവം ദൌർഭാഗ്യകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലിയോണൽ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലെത്തിക്കാനായി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ 130 കോടി രൂപ കൈമാറിയിരുന്നുവെന്ന് റിപ്പോർട്ടർ ടിവി ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എംഡി ആന്റോ അഗസ്റ്റിൻ. പണം വാങ്ങിയ ശേഷം വരാതിരിക്കുന്നത് ചതിയാണെന്നും വരാതിരുന്നാൽ നിയമ നടപടികൾ ആലോചിക്കുമെന്നും ആന്റോ അഗസ്റ്റിൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കെപിസിസി പുനഃസംഘടനാ ചർച്ചകൾക്കായി നേതാക്കൾ ദില്ലിയിലെത്തി. ഇന്നും നാളെയുമായി ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തി പുനഃസംഘടനാ പട്ടിക പ്രഖ്യാപിക്കാനാണ് നീക്കം. ഉടൻ നടപടിയുണ്ടാകുമെന്നും നന്നായി പ്രവർത്തിച്ച നേതാക്കളുടെ സേവനം തുടർന്നും പാർട്ടി പ്രയോജനപ്പെടുത്തുമെന്നും കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് വ്യക്തമാക്കി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയതിനെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് എറണാകുളം സബ് കോടതിയിൽ ഹർജി നൽകി. ബൈലോ പ്രകാരം താൻ മത്സരിക്കാൻ യോഗ്യയാണെന്നാണ് സാന്ദ്ര ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. തെരഞ്ഞെടുപ്പിന് വരണാധികാരിയെ നിയമിച്ചത് ബൈലോയ്ക്ക് വിരുദ്ധമാണെന്നും ഹർജിയിലുണ്ട്. കൂത്താട്ടുകുളം നഗരസഭയിൽ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടമായി. LDF ഭരണസമിതിക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. അവിശ്വാസ പ്രമേയം പാസായതോടെയാണ് ഇടതിന് ഭരണം നഷ്ടമായത്. CPM വിമത കലാരാജു UDFന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് വോട്ട് ചെയ്തു. കലാരാജുവിനോടൊപ്പം ഒരു സ്വതന്ത്രനും UDFന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് അവിശ്വാസ പ്രമേയം പാസായത്. TP കേസ് പ്രതി കൊടി സുനിയും സംഘവും പൊതുസ്ഥലത്ത് മദ്യപിച്ച സംഭവത്തിൽ കേസെടുക്കാനാകില്ലെന്ന നിലപാട് ആവർത്തിച്ച് തലശ്ശേരി പോലീസ്. സ്വമേധയാ പോലീസിന് കേസെടുക്കാൻ തെളിവില്ലെന്നും ആർക്കും പരാതിയില്ലെന്നുമാണ് പോലീസ് പറയുന്നത്. കഴിച്ചത് മദ്യമാണെന്ന് തെളിയിക്കാൻ പറ്റാതെ കേസ് നിലനിൽക്കില്ലെന്നുമാണ് പോലീസിന്റെ വാദം. അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണയുമായി സംവിധായകൻ ശ്രീകുമാരൻ തമ്പി. KSFDC പണം കൊടുക്കുമ്പോൾ സുതാര്യത വേണമെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റെന്നും അടൂരിന്റെ പ്രസംഗത്തിനിടെ ഗായിക പുഷ്പവതി പ്രതിഷേധിച്ചത് ശരിയായില്ലെന്നും ശ്രീകുമാരൻ തമ്പി വിമർശിച്ചു. തൃക്കാക്കര നിയോജകമണ്ഡലത്തിലെ 28 സർക്കാർ എയ്ഡഡ് LP UP സ്കൂളുകളിൽ പഠിക്കുന്ന 7081 കുട്ടികൾക്കായി ഉമാ തോമസ് MLAയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കമായി. PT തോമസ് ഫൗണ്ടേഷന്റെ സഹകരണത്തിൽ BPCLന്റെ CSR പദ്ധതിയുടെ ഭാഗമായി 98 ലക്ഷം രൂപയുടെ ചെലവിൽ 165 അധ്യയന ദിനങ്ങൾക്കായി നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് സുഭിക്ഷം തൃക്കാക്കര എന്നാണ് പേര്. കോടതിയലക്ഷ്യ പരാതിയിൽ CPMനെതിരെ നടപടിയെടുക്കുന്നതിലും നല്ലത് അവഗണിച്ച് ഒഴിവാക്കുന്നതാണെന്ന് ബോംബെ ഹൈക്കോടതി. ബോംബെ ഹൈക്കോടതിയുടെ ജൂലൈ 25 വിധിക്കെതിരെ CPM പുറത്തുവിട്ട വാർത്താക്കുറിപ്പിനെതിരെയായിരുന്നു പരാതി. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കൊല്ലം തേവലക്കര സ്വദേശിനി അതുല്യയുടെ കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറി. അന്വേഷണ സംഘത്തെ ഉടൻ തീരുമാനിക്കും. കരുനാഗപ്പള്ളി ASPയുടെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. ജൂലൈ 19 കൊല്ലം തേവലക്കര സ്വദേശി അതുല്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര. രാഹുൽ ഗാന്ധിക്കെതിരായ സുപ്രീംകോടതി പരാമർശത്തിൽ തിരിച്ചടിച്ച് പ്രിയങ്ക ഗാന്ധി. യഥാർത്ഥ ഇന്ത്യക്കാരനാണെന്ന് ജഡ്ജിമാർ തീരുമാനിക്കേണ്ടെന്നും കോടതി പരാമർശത്തോട് ബഹുമാനത്തോടെ വിയോജിക്കുന്നുവെന്നും സർക്കാരിനെ ചോദ്യം ചെയ്യുക എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ കടമയെന്നും സൈന്യത്തെ രാഹുൽ ഗാന്ധി അപമാനിച്ചിട്ടില്ലെന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു. കർണാടകയിലെ 4 റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിലെയും ജീവനക്കാർ ഇന്നു മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചതോടെ ദൈനംദിന ജീവിതം സാരമായി തടസ്സപ്പെട്ടു. കർണാടക ഹൈക്കോടതി ഇന്നലെ സമരങ്ങൾക്കെതിരെ ഇടക്കാല സ്റ്റേ പുറപ്പെടുവിച്ചിട്ടും 4 യൂണിയനുകൾ പണിമുടക്കുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയായിരുന്നു. BJP പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അമിത്ഷായെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി ഇരുന്നതിനാണ് അഭിനന്ദനം.
അമിത്ഷാ ഇനിയും റെക്കോർഡുകൾ തകർക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 17,000 കോടി രൂപയുടെ ബാങ്ക് വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപിൽ ഹാജരായി റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ അനിൽ അംബാനി. കേസിൽ ചോദ്യം ചെയ്യലിന് ദില്ലിയിലെ ഇഡി ഓഫീസിൽ ഹാജരാകാൻ അനിൽ അംബാനിക്ക് ഇഡി സമൻസ് അയച്ചിരുന്നു. ദില്ലിയിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ മുന്നൊരുക്കങ്ങൾക്കിടെ ഗുരുതര സുരക്ഷാ വീഴ്ച. ചെങ്കോട്ടയിൽ നടന്ന മോക്ക് ഡ്രിൽ പരാജയപ്പെട്ടു. ഡമ്മി ബോംബ് കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ചെങ്കോട്ടയുടെ സുരക്ഷാ ചുമതലയിലുള്ള 7 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ചെങ്കോട്ടയിലുണ്ടായിരുന്ന പോലീസുകാർ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ചാണ് നടപടി. താരിഫ് വിഷയത്തിൽ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ ഇന്ത്യ-US ബന്ധം വഷളായിട്ടുണ്ടെന്ന് വ്യക്തമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അമേരിക്കയുമായുള്ള ബന്ധത്തിന് ഇന്ത്യ വലിയ വില നൽകേണ്ടിവരുമെന്ന് ജയറാം രമേശ് പറഞ്ഞു. ട്രംപിന്റെ പ്രസ്താവനകൾക്ക് പ്രധാനമന്ത്രി മറുപടി പറയണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ടീം മാനേജ്മെന്റിനെതിരെ വിമർശനവുമായി മുൻ താരം സുനിൽ ഗവാസ്കർ. പരമ്പരയിലെ 5 ടെസ്റ്റുകളിലും കളിച്ച് 183.3 ഓവറുകൾ എറിഞ്ഞ മുഹമ്മദ് സിറാജ് ജോലിഭാരത്തിന്റെ പേരിലാണ് കളിക്കാർക്ക് വിശ്രമം അനുവദിക്കുന്നതെന്ന ഇന്ത്യൻ ടീമിന്റെ വാദത്തെ തന്നെ തള്ളിക്കളഞ്ഞുവെന്ന് ഗവാസ്കർ പറഞ്ഞു. സിറാജിന്റെ പ്രകടനം മറ്റ് താരങ്ങളും മാതൃകയാക്കണമെന്നും ജോലിഭാരമെന്ന വാക്ക് തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നിഘണ്ടുവിൽ നിന്ന് എടുത്തു കളയണമെന്നും ഗവാസ്കർ ആവശ്യപ്പെട്ടു. ISL പ്രതിസന്ധിക്ക് പിന്നാലെ താരങ്ങളുടെ ശമ്പളം മരവിപ്പിച്ച് ബാംഗ്ലൂരു FC. അനിശ്ചിതകാലത്തേക്കാണ് തീരുമാനമെന്ന് ക്ലബ് വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. പ്രതിസന്ധി ഉടൻ പരിഹരിക്കണമെന്ന് ക്ലബിന്റെ ഉടമകളായ JSW ഗ്രൂപ്പ് അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിന്റെ ഭാവിയെപ്പറ്റിയുള്ള അനിശ്ചിതത്വം കണക്കിലെടുത്ത് ഫസ്റ്റ് 11 ടീമിലെ കളിക്കാരുടെയും സ്റ്റാഫുകളുടെയും ശമ്പളം അനിശ്ചിതമായി മരവിപ്പിക്കുക എന്ന തീരുമാനം കൈക്കൊള്ളാൻ ടീം നിർബന്ധിതമായിരിക്കുകയാണെന്ന് ബാംഗ്ലൂരു FC പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.